അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ +2 ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷേ ഓരോ ചാപ്റ്ററിൽ നമുക്ക് ടോട്ടൽ 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 16 ചാപ്റ്റേഴ്സിൽ നമ്മൾ എന്തായാലും എക്സാമിന് നോക്കി പോകേണ്ട അല്ലെങ്കിൽ പഠിച്ചു പോകേണ്ടത് അല്ലെങ്കിൽ പോവാത്ത ടോപ്പിക്സ് കുറച്ചുണ്ട്. ആ ടോപ്പിക്സിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എക്സാമിന് ഒരു 50% മാർക്ക് ആ ഭാഗത്ത് നമുക്ക് എന്തായാലും വരും. ടോട്ടലാണ് മിസ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഓരോ ചാപ്റ്ററിലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും പഠിച്ചു പോകേണ്ടതും ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അപ്പോൾ ഈ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. വളരെ കുറച്ച് മാർക്കിന് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളൂ. അപ്പോൾ വെയിറ്റേജിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ എസെക്ഷൽ റീപ്രൊഡക്റ്റീവിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ആ പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഏതാണ് എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നാണ് ചോദിക്കാറ്. പിന്നെ അത് തന്നെ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും വരാറുണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെ അതിൻ്റെ സ്ട്രക്ചേഴ്സ് ലേബൽ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആയാലും അതിൻ്റെ പിക്ചേഴ്സ് തന്നിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ കുഞ്ഞു പോർഷൻ മാത്രമേ ഇവിടുന്ന് വരാറുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ക്ലാമിഡോമോണസിൻ്റെ സൂസ്പോസ് ആൻഡ് കൊനീഡിയോസ്പോസ് അങ്ങനെ പിക്ചേഴ്സ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ദെൻ നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ആന്തറിൻ്റെ TS ആണ്. ആ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ 4 ലെയേഴ്സ്, അതിൻ്റെ ഫങ്ഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ, പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്, വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ദെൻ നമ്മളുടെ ഇൻസെക്ട്സ് ഉണ്ട്. ആൻഡ് ഇവർ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സും ചോദിക്കാറുണ്ട്. ദെൻ എംബ്രിയോ സാക്ക്, നമ്മളുടെ ഒരു എൻജിയോസ്പേമിൻ്റെ മെച്യൂർ എൻജിയോസ്പേമിൻ്റെ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് പാറ്റേൺ ചോദിക്കാറുണ്ട്. ദെൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മളുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഇതിൽ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട 3 ടോപ്പിക്സാണ്. ഒന്ന് മെൻസ്ട്രൽ സൈക്കിൾ, അതിൻ്റെ ആ ഒരു ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗാമറ്റോജെനസിസിൽ നമ്മളുടെ oogenesis വരും, സ്പെർമാറ്റോജെനസിസും. ദെൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അഗെയിൻ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. ഈ കുഞ്ഞു ചാപ്റ്ററിൽ നിന്ന് വളരെ കുറച്ച് മാർക്കിന് മാത്രമേ വരാറുള്ളൂ. ദെൻ ART, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ഈ ഒരു ടെക്നോളജി നമുക്ക് ഒരുപാട് ഷോർട്ട് ഫോംസ് ഉണ്ട്. അപ്പം ഗിഫ്റ്റ് അതിനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാനും ആ ടെക്നോളജിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺട്രാസെപ്റ്റീവ് അല്ല, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന്. പിന്നെ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ തന്നെ സർജിക്കൽ മെത്തേഡ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ STDs, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതിന് 2 പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തായാലും പഠിച്ചു വെക്കുക. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് എന്തായാലും ഷോർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ഈ ഒരു ചാപ്റ്ററും മോളിക്യുലർ ബയോളജിയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ 2 ചാപ്റ്റേഴ്സിനാണ്. സോ അതിലിപ്പം ഏതൊക്കെയാണെന്ന് നമുക്ക് പെറുക്കിയെടുക്കാൻ പറ്റില്ല, കാരണം എല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. അതിൽ തന്നെ ക്രോമസോമൽ ഡിസോർഡേഴ്സ് പിക്ചേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സിക്കിൾ സെൽ അനീമിയ, നമ്മളുടെ ഒരു പോയിൻറ്റ് മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്ന സിക്കിൾ സെൽ അനീമിയ, അതിൻ്റെ കോസും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും ചോദിക്കാറുണ്ട്. ദെൻ പെഡിഗ്രി അനാലിസിസ്, അതിൽ ഓരോ ഷേപ്സ് ഉണ്ടല്ലോ, ആ ഷേപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. ദെൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ എൽഎസും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മളുടെ മോളിക്യുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലും അതേ എല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ മിസ് വിട്ടുപോയതൊരു പോയിൻ്റാണ് ന്യൂക്ലിയോസോംസിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ന്യൂക്ലിയോസോംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓപ്പറോൺ കൺസെപ്റ്റ്, ലാക്ക് ഓപ്പറോൺ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ആ പാർട്സ് ലേബൽ ചെയ്യാനും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ദെൻ ട്രാൻസ്ക്രിപ്ഷൻ്റെ സ്റ്റേജസ് ചോദിക്കാറുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ലേബൽ ചെയ്യാനും വരാറുണ്ട്. ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ DNA ഫിംഗർ പ്രിൻറ്റിംഗ്, സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്യുലർ ബയോളജി. ദെൻ നമ്മളുടെ ന്യൂക്ലിയോസോം.
അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു റെപ്ലിക്കേഷൻ്റെ ഡയഗ്രത്തിൽ എൻസൈംസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഏതൊക്കെ എൻസൈംസ് ആണ് റെപ്ലിക്കേഷനിൽ ഇൻവോൾവ് ആവുന്ന ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാനും ഇങ്ങനെയുള്ളൊരു ഡയഗ്രാം ഉണ്ടല്ലോ, ഈ ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാനും ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസിനെയും ചോദിക്കാറുണ്ട്. ദെൻ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട 3 കാര്യങ്ങൾ: ഹാർഡി വെയിൻബർഗ് ആ ഇക്വേഷനും അതിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും, ദെൻ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണ് സംഭവം, അത് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ദെൻ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് 2 തവണ വന്നിട്ടുണ്ട്. ദെൻ നാച്ചുറൽ സെലക്ഷനും അതിൻ്റെ ഒരു 3 ഗ്രാഫ് ഉണ്ടല്ലോ, ഡിസ്റപ്റ്റീവ്, സ്റ്റെബിലൈസിങ്, അങ്ങനത്തെ ആ ഒരു ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്, അതും കണ്ടിട്ടുണ്ട്. സോ ആ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഇതിൽ കുറച്ച് അസുഖങ്ങളാണ്. അപ്പോൾ ഈ അസുഖങ്ങളിൽ തന്നെ ഈ ഡ്രഗ്സിൻ്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. ആ ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇമ്മ്യൂണിറ്റിയിൽ നമ്മളുടെ എന്താ പറയുക, ആ ഒരു പാസീവ് ഇമ്മ്യൂണിറ്റി, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അത് വരാറുണ്ട്. ദെൻ സ്ട്രക്ചർ, നമ്മളുടെ ആ ഒരു ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ചോദിക്കാറുണ്ട്. ദെൻ HIV, എയ്ഡ്സ് അതെങ്ങനെ വരും, എങ്ങനെയൊക്കെ വരില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് ഔട്ട് ക്രോസിങ്ങും ക്രോസ് ബ്രീഡിങ്ങും. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗം ആയതുകൊണ്ട് തന്നെ അതെന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ സിംഗിൾ സെൽ പ്രോട്ടീൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ മൈക്രോ പ്രൊപ്പഗേഷൻ, ബയോഫോർട്ടിഫിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് കേട്ടോ. ബയോഫോർട്ടിഫിക്കേഷനിൽ അത് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ നമ്മളുടെ അടുത്ത ചാപ്റ്റർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകാത്തൊരു ടോപ്പിക്കാണ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. അപ്പോൾ നമുക്ക് മൈക്രോബ്സിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഓർഗാനിക് ആസിഡ്സ്, ഓർഗാനിക് മോളിക്യൂൾസ്, ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസും ആ ഫംഗസിൻ്റെയും അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഒക്കെ പേരുകളുണ്ട്, ആൻഡ് അവരുടെ ഫങ്ഷൻസും ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടില്ല. ഓക്കെ, ഈ ചാപ്റ്ററിന് ആ ഏരിയ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്ലോസ്പോറിൻ നമ്മളുടെ ട്രൈക്കോഡേർമ ഉണ്ടാക്കുന്ന അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മാച്ച് ചെയ്യാനും 1 വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണ്, അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ദെൻ ബയോ കൺട്രോൾ ഏജൻറ്റ്സ്, നമ്മളുടെ BT ടോക്സിൻ, അതുപോലെ തന്നെ ട്രൈക്കോഡേർമയ്ക്ക് എങ്ങനെയാണ് ബയോ കൺട്രോൾ ഏജൻറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അത് ചോദിക്കാറുണ്ട്. ദെൻ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഹെറിറ്റൻസ്, ഇതിൻ്റെ തന്നെ പാർട്ട് 2 ആപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ജെൽ ഇലക്ട്രോഫോറസിസ്, PCR, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ആണ് ജെൽ ഇലക്ട്രോഫോറസിസും PCR-ഉം. PCR-ൻ്റെ ആണെങ്കിൽ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്, അതിൽ ആ എൻസൈം അറ്റാക്ക് പോളിമറൈസിൻ്റെ കേസ് ചോദിക്കാറുണ്ട്. ജെൽ ഇലക്ട്രോഫോറസിൻ്റെ പർപ്പസ് എന്താണ് മീഡിയം, അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ദെൻ ക്ലോണിങ് വെക്ടേഴ്സ്, നമ്മളുടെ ക്ലോണിങ് വെക്ടേഴ്സിൽ ആ ആർട്ടിഫിഷ്യൽ ക്ലോണിങ് വെക്ടർ ഉണ്ടല്ലോ PBR322, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിൻ്റെ പാർട്സിൽ ഏതെങ്കിലും ജീൻസ് തന്നിട്ട് ഇപ്പം ഒറൈഡ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ സെലക്റ്റബിൾ മാർക്കേഴ്സ് ഏതൊക്കെയാണ്, അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദെൻ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി, അതിൻ്റെ സ്റ്റെപ്സ് വരാറുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ, അഗെയിൻ ഒരു രസമുള്ള നല്ല ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയാണ്, അതിൽ ആ ചെയിൻസിൻ്റെ ഇനാക്റ്റീവ് ഇൻസുലിൻ എങ്ങനെയാണ്, ആക്റ്റീവ് ഇൻസുലിൻ എങ്ങനെയാണ്, ആ ഒരു ഭാഗം. ആൻഡ് BT ടോക്സിൻ്റെ ആക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം വരാറുണ്ട്. ദെൻ നമ്മളുടെ ബയോ കൺട്രോൾ മെത്തേഡ്, ആ ഒരു ഫംഗസിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബയോ കൺട്രോൾ മെത്തേഡാണ് മെലോയിഡോഗൈനി ഇൻകോഗ്നീഷ്യ, ആ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ദെൻ നമ്മളുടെ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിൻ്റെ കേസ്, അത് ജനറലായിട്ട് ഒന്ന് നോക്കി വെക്കുക, ആ ടോപ്പിക്സിൻ്റെ താഴെയിലാണ് ബാക്കിയൊക്കെ വരുന്നത്. ദെൻ നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ഗ്രോത്ത് കർവ്, പോപ്പുലേഷൻ്റെ ആ ഒരു ഗ്രോത്ത് കർവ്. ദെൻ പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻസ്, നമുക്ക് കുറച്ചധികം പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻസ് പഠിക്കാനുണ്ട്, ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി, നമ്മളുടെ നേറ്റാലിറ്റി, മൊർട്ടാലിറ്റി, ഇമിഗ്രേഷനൊക്കെ എങ്ങനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ എക്കോസിസ്റ്റം നല്ലൊരു അടിപൊളി ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കാണ്
എക്കോളജിക്കൽ പിരമിഡ് ഒരു മസ്റ്റ് ക്വസ്റ്റൻ ആണ്. ദെൻ എക്കോളജിക്കൽ സക്സഷൻ, സിറാക് സക്സഷനും അതുപോലെ ഹൈഡ്രാക് സക്സഷനും. പയനിയർ കമ്മ്യൂണിറ്റി ആരാന്ന് ചോദിക്കാറുണ്ട്. ദെൻ നമ്മളുടെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആരാന്നൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ പ്രൊഡക്ടിവിറ്റിയിൽ തന്നെ നമ്മളുടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ദെൻ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ തന്നെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അത് തമ്മിലുള്ള ഒരു റിലേഷൻ, അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ. ദെൻ നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ എക്കോസിസ്റ്റം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഇവിടെയുണ്ട്. അതാണ് ഒന്ന് ഈവിൽ കോട്ടിറ്റ്. നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള 4 കാരണങ്ങൾ, ഇമ്പോർട്ടൻറ്റ് കാരണങ്ങൾ പറയാറുണ്ട്. അതെല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും. ദെൻ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ആ ഒരു ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ആ സെഡും സിയും ഏതാണെന്ന് മാർക്ക് ചെയ്യാൻ, അങ്ങനെ ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, S=CA⁴Z, അത് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ ട്രോപ്പിക്സിൽ എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി കൂടുതൽ വെൻ കമ്പയർഡ് ടു ടെമ്പറേറ്റ് സോൺസ്, അതിനൊരു 3 റീസൺസ് ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ കോസസ്. ദെൻ ബയോമാഗ്നിഫിക്കേഷൻ എന്താണ്, യൂട്രോഫിക്കേഷൻ എന്താണ്, ദെൻ നമ്മളുടെ CNG എന്താണ്, അത് ഇപ്പോൾ ഓട്ടോമൊബൈൽസിൽ നിന്നുള്ള പൊല്യൂഷൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടല്ലോ, അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ CNGയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ CNGനെ എക്സ്പാൻഡ് ചെയ്യുക, അതുകൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ ഈ 16 ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇതെന്തായാലും പഠിക്കുക, ഈ ടോപ്പിക്സ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അപ്പോൾ ബാക്കിയെല്ലാം പഠിക്കണം, പക്ഷേ ഈ ടോപ്പിക്സ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.